ഊമക്കത്ത് ഈ ഒരു വാക്ക് ഇക്കാലത്ത് അധികം പ്രചാരത്തിലില്ലാത്ത ഒന്നാണ്. പണ്ട് വാട്സാപ്പിനും ഫേസ്ബുക്കിനും മുൻപ് മനുഷ്യവർഗം തപാൽ ഓഫീസിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയിരുന്ന ഇൻലൻഡുകളിൽ കത്തുകൾ അഥവാ മെസ്സേജുകൾ അയച്ചിരുന്ന കാലം. ചിലർ ഇൻലൻഡുകൾക്ക് പകരം കടലാസിൽ എഴുതിയ പ്രത്യേകം കവറിലാക്കി ഒട്ടിച്ച സ്റ്റാമ്പ് ഒട്ടിച്ച കത്തുകൾ അയച്ചിരുന്ന കാലം. ആ കത്തുകളുടെ കാലത്താണ് ഊമക്കത്തുകളും പ്രചാരത്തിൽ വന്നിരുന്നത്. ഊമക്കത്തുകൾ പലപ്പോഴും പരദൂഷണങ്ങളോ വീട്ടിലെ പെൺകുട്ടി ഒരു പയ്യനുമായി കറങ്ങി നടക്കുന്നതിനെക്കുറിച്ചോ അവിഹിതത്തെക്കുറിച്ചോ ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ ഭീഷണികളും ഉണ്ടാവും. കത്തുകളുടെ കാലം കഴിഞ്ഞതോടുകൂടിയിട്ട് ഊമക്കത്തുകളും അങ്ങനെ ഇല്ലാതായി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇതാ തപാൽ വകുപ്പിന് സന്തോഷം പകർന്നുകൊണ്ട് ആരോ കുറേ ഊമക്കത്തുകൾ തയ്യാറാക്കി സ്റ്റാമ്പ് ഒട്ടിച്ച് ജസ്റ്റിസ് കമാൽ പാഷ അടക്കമുള്ളവർക്ക് അയച്ചത്. നടിയെ കാറിന്റെ പിൻസീറ്റിൽ കൂട്ടബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തിയ കേസിലെ വിധി കോടതിയിൽ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ ഈ ഊമക്കത്തുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് കത്ത് കിട്ടിയവരിൽ ഒരാളായ ജസ്റ്റിസ് കമാൽ പാഷ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. സാധാരണ ഊമക്കത്തുകളിൽ ഫ്രം അഡ്രസ് അഥവാ ആരാണോ അയക്കുന്നത് ആ വ്യക്തിയുടെ പേരൊന്നും വെക്കാറില്ല. പക്ഷേ ജസ്റ്റിസ് കമാൽ പാഷയ്ക്ക് ഡിസംബർ 5 ലഭിച്ച ഊമക്കത്തിൽ കവറിന്റെ പുറത്ത് ഫ്രം അഡ്രസ്സിന്റെ സ്ഥാനത്ത് അഡ്വക്കേറ്റ് രാംകുമാറിന്റെ പേരായിരുന്നു. ജസ്റ്റിസ് കമാൽ പാഷ നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി പ്രഖ്യാപനത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തനിക്ക് ലഭിച്ച ആ ഊമക്കത്ത് ഡിസംബർ 6 തുറന്നു വായിക്കുന്നത്. കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ശിക്ഷിക്കുമെന്നും 8ാം പ്രതിയായിട്ടുള്ള ദിലീപ് ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാ പ്രതികളെയും വെറുതെ വിടും എന്നുമായിരുന്നു അതിലെ ഉള്ളടക്കം. ഈ കത്ത് ഹൈക്കോടതിയിലെ അഭിഭാഷക അസോസിയേഷൻ അടക്കം ലഭിക്കുകയും ചെയ്തു. ഫ്രം അഡ്രസ്സിൽ രാംകുമാർ എന്ന് കണ്ടതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചപ്പോൾ അത് താനല്ലെന്നും തൻ്റെ പേരുപയോഗിച്ച് മറ്റാരോ ഇതേപോലെ നിരവധി പേർക്ക് അയച്ചിട്ടുണ്ട് എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. 2-3 ഹൈക്കോടതി ജഡ്ജിമാർ ദിലീപിൻ്റെ കേസിലെ വിധി പ്രഖ്യാപിച്ച ജഡ്ജിന് സംരക്ഷണം നൽകുന്നു എന്നൊക്കെയായിരുന്നു അതിലെ ഉള്ളടക്കം എന്നുമാണ് ജസ്റ്റിസ് കമാൽ പാഷ ഒരു ടെലിവിഷൻ മാധ്യമത്തിന് നൽകിയ ഫോൺ പ്രതികരണത്തിൽ സൂചിപ്പിച്ചത്. ആരായിരിക്കും ആ ഊമ? ആരായിരിക്കും നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചകൻ എന്ന ചോദ്യം പോലെ തന്നെ ആരായിരിക്കും ക്രാന്തദർശിയും പ്രവാചക സ്വഭാവവുമുള്ള ആ ജ്യോത്സ്യൻ എന്ന ചോദ്യം ഇപ്പോൾ വായുവിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മീയവാദികളും അന്ധവിശ്വാസികളും പ്രതികരിക്കുന്നത് കേസിൽ ദിലീപിനെതിരെ സുപ്രധാനമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തി മൊഴി നൽകിയ ബാലചന്ദ്രകുമാറിൻ്റെ ആത്മാവാണ് ആ ഊമക്കത്തിന് പിന്നിൽ എന്നാണ്. എന്തായാലും നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിന്റെ വിധി പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് വിധിയുടെ ഉള്ളടക്കം ചോർന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന്റെ പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി ചീഫ് ജസ്റ്റിസിനൊക്കെ കത്തയച്ചിരിക്കുന്നത്. ഊമക്കത്തിലെ തീയതി ഡിസംബർ 2 അപ്പോൾ ഇന്ത്യൻ പൗരൻ എന്നാണ് ആ കത്തിലെ വിധി പ്രഖ്യാപന ഉള്ളടക്കത്തിന് ശേഷം എഴുതി ഒപ്പിട്ടിരിക്കുന്നത്. ഇന്ത്യൻ പൗരൻ. ഇനി കമൽഹാസന്റെ സൂപ്പർ ഹിറ്റ് സിനിമയായിട്ടുള്ള ഇന്ത്യനിലെ ആ ഇന്ത്യൻ തന്നെ ആയിരിക്കുമോ ഈ ഇന്ത്യൻ എന്നറിയില്ല. ഇതേപോലെ എല്ലാ കോടതി വിധികളും എന്തായിരിക്കുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അതനുസരിച്ച് പണമിടപാടുകൾ നടത്താമായിരുന്നുവല്ലോ എന്ന് വ്യാമോഹിക്കുന്നവരും കുറവല്ല. വിചാരണ കോടതി ജഡ്ജിക്കെതിരെ അപകീർത്തിപരമായിട്ടുള്ള പരാമർശങ്ങളും ഈ ഊമയാണെങ്കിലും ഉച്ചത്തിൽ സംസാരിക്കുന്ന കത്തിലുണ്ട്. ജഡ്ജി സുഹൃത്തിനെ കൊണ്ടാണ് വിധി തയ്യാറാക്കിച്ചതെന്നും അത് ദിലീപിൻ്റെ സുഹൃത്തും പ്രതിയുമായിട്ടുള്ള ശരത്തിനെ കാണിച്ച് കച്ചവടം ഉറപ്പിച്ചുവെന്നുമൊക്കെയാണ് ഊമക്കത്തിനകത്തെ ഉരിയാടുന്ന പരാമർശങ്ങൾ. എന്തായാലും ഈ ഊമക്കത്ത് തപാൽ ഓഫീസിൽ നിന്ന് പോസ്റ്റ് ചെയ്യപ്പെട്ട ദിവസം, ഒട്ടിച്ച സ്റ്റാമ്പുകൾ, അതിലൊട്ടിക്കപ്പെട്ട സീലുകൾ, മുദ്രകൾ എന്നിവയെല്ലാം വെച്ച് ഇതിൻ്റെ ഉറവിടം അന്വേഷിക്കേണ്ടതുണ്ട്. ജസ്റ്റിസ് കമാൽ പാഷ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിയമവൈദഗ്ധ്യമുള്ള ഒരാൾക്ക് വിധി പ്രഖ്യാപനത്തിന് മുൻപുള്ള കേസിൻ്റെ വാദപ്രതിവാദങ്ങളുടെയും വിചാരണകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കൂലങ്കഷമായിട്ട് പരിശോധിച്ചാൽ ഏത് കേസിലും പ്രഖ്യാപിക്കപ്പെടാൻ സാധ്യതയുള്ള വിധിയെക്കുറിച്ച് മുൻകൂട്ടി പ്രഖ്യാപിക്കാൻ കഴിയും എന്നാണ്. പല സന്ദർഭങ്ങളിലും ഒരു ലോട്ടറി നേടുന്നത് പോലെയൊക്കെ ആ മുൻകൂട്ടിയുള്ള പ്രഖ്യാപനവും പ്രവചനവും ശരിയായി എന്നും വന്നേക്കാം. എന്നാലും ഇത്രമേൽ വിവാദവും ശ്രദ്ധ നേടിയതുമായിട്ടുള്ള ഒരു കേസിൽ ഈ വിധം കിറുകൃത്യമായി വിധി മുന്നേ തന്നെ പരസ്യമാക്കപ്പെട്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ നിയമചരിത്രത്തിൽ ഇതേപോലെ ഒരു വിധി പ്രഖ്യാപനം നിരന്തരമായി അവിരാമമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ്. ഇതേപോലെ ഒരു വിധി പ്രഖ്യാപനം വ്യാപകമായിട്ടുള്ള വിമർശനത്തിന് വിധേയമായിട്ടില്ല എന്നതുമാണ്. ഇതേപോലെ ഒരു വിധി പ്രഖ്യാപനത്തെ സംശയത്തിൻ്റെ മുനയിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്തിട്ടില്ല എന്നതും കൂടിയാണ്. ദിലീപ് കൂടി കുറ്റക്കാരനാക്കപ്പെടുന്ന തരത്തിലായിരുന്നു വിധിയെങ്കിൽ ഇപ്പോൾ ജഡ്ജിനെ നീതിദേവതയുടെ പ്രതിരൂപമായിട്ട് വാഴ്ത്തുകയും ചെയ്തേനെ. ഇവിടെ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി വരുമ്പോൾ നീതിദേവതയായും അല്ലാത്തപ്പോൾ നീതിയുടെ ചെകുത്താനായും ഒക്കെ ആൾക്കൂട്ടം ചേരിതിരിയുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസത്തെ ദൂരവ്യാപകമായ അർത്ഥത്തിൽ ഹനിക്കാൻ സാധ്യതയുണ്ട്.
കുറ്റക്കാരായി പ്രഖ്യാപിച്ചുള്ള വിധി വന്നതിന് ശേഷവും പ്രതികൾക്കുള്ള ശിക്ഷാവിധിക്ക് ശേഷവും ഈ തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും ഈ കേസിന്റെ അനുരണനങ്ങൾ ഉണ്ടാവുമെന്നതിൽ ഒരു സംശയവുമില്ല. സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി സ്ഥാനമേറ്റ ശേഷം ജസ്റ്റിസ് സൂര്യകാന്ത് പ്രകടിപ്പിച്ച ആശങ്ക രാജ്യത്ത് കെട്ടിക്കിടക്കുന്ന കോടിക്കണക്കായ വ്യവഹാരങ്ങളെക്കുറിച്ചായിരുന്നു. ഒരു ഭാഗത്ത് കോടാനുകോടി ജനത തങ്ങൾ കോടതിയിൽ സമർപ്പിച്ച കേസുകളുടെ വിധിക്കായി കാത്തുകെട്ടിക്കിടക്കുന്നു. പലരും നീതി ലഭിക്കും മുമ്പേ മരിച്ചും പോകുന്നു. പലർക്കും വേണ്ട സമയത്ത് ലഭിക്കേണ്ട നീതി ലഭിക്കുന്നത് കാലങ്ങൾക്ക് ശേഷം ആ നീതി അവർക്ക് ആവശ്യമില്ലാത്ത സമയത്തുമായി പോകുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടി വേണം നടിയെ ആക്രമിച്ച കേസിനെ നാം കാണേണ്ടത്. 8 വർഷത്തോളം നീണ്ട കേസ്, അതിനുശേഷം പ്രഖ്യാപിച്ച വിധിയിൽ അസംതൃപ്തരായിട്ട് വലിയൊരു വിഭാഗം പൊതുജനം സാമൂഹ്യ മാധ്യമങ്ങളിലുടനീളം തങ്ങളുടെ അമർഷം ഇപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത്തരം അമർഷങ്ങൾ ഈ വിധി പ്രഖ്യാപിച്ച ജഡ്ജിനെ സ്വാധീനിക്കുമോ? അവർ ഭാവിയിൽ നടത്താനിരിക്കുന്ന വിധി പ്രഖ്യാപനങ്ങളെ അത് സ്വാധീനിക്കുമോ? ജനം എന്ത് വിചാരിക്കുമെന്ന ഭയം കൊണ്ട് തെളിവുകളേക്കാൾ ഉപരിയായിട്ട് ജനവികാരം കണക്കിലെടുക്കേണ്ടി വരുമോ? അങ്ങനെ ആവരുത് നീതിയുടെ നിർവഹണം എന്ന് നിയമപുസ്തകങ്ങൾ തന്നെ കൃത്യമായിട്ടും പറയുന്നുണ്ട്. ഇവിടെ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് വൈകാരികമായിട്ട് പറയുന്നതിനേക്കാളും അതിൻ്റെ പേരിൽ അലമുറയിട്ട് കരയുന്നതിനേക്കാളും ഉചിതമാവുക ഈ വിഷയത്തിൽ നിയമരംഗത്തെ വിദഗ്ധരുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഈ കേസിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എങ്കിൽ അത് ഏതൊക്കെ ഇടങ്ങളിൽ എന്നതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തുക എന്നതാവണം. IPCയിലെ വകുപ്പുകൾ, ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ, തെളിവുകൾ എന്നിവയെല്ലാം വെച്ചിട്ടുള്ള നിയമപരമായിട്ടുള്ള ചർച്ചകളാവട്ടെ നടക്കേണ്ടത്. പ്രത്യേകിച്ചും ദിലീപിനെ കുറ്റക്കാരനായി പ്രഖ്യാപിക്കാൻ കോടതിക്ക് സാധിക്കുന്ന രീതിയിൽ പഴുതുകളില്ലാത്ത തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ എന്നുള്ള കാര്യങ്ങളിൽ സൂചിപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകൾ നടക്കട്ടെ. അങ്ങനെ ഒരു ഭാഗത്ത് ആ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ നാടെങ്ങും ആണത്തഹന്തകളുടെ ഭാഗമായിട്ട് സ്ത്രീ ശരീരങ്ങൾക്ക് നേരെയുള്ള കയ്യേറ്റങ്ങൾക്കെതിരെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാത്ത പ്രചാരങ്ങളും പരിപാടികളും നടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും തീവ്രതയുടെ അളവുകോലുകളില്ലാത്ത ഐക്യദാർഢ്യങ്ങളാവട്ടെ അത് എന്ന് ആശംസിക്കുകയാണ്. അതേസമയം അടുത്ത കോടതി വിധി വരും വരെ തീർച്ചയായിട്ടും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട പ്രതി ഈ രാജ്യത്ത് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ അർഹനാണ്. ആ വ്യക്തിയെ വിമർശിക്കാനും ആ വ്യക്തിയുടേതായി ഇനി വരാനിരിക്കുന്ന സിനിമകൾ കാണാതിരിക്കാനും ബഹിഷ്കരിക്കുവാനും വിമർശിക്കുന്നവർക്ക് അവകാശമുള്ളതുപോലെ തന്നെ. വാസ്തവത്തിൽ ദിലീപിൻ്റെ സിനിമകൾ എന്നത് തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കാൻ പോകുന്ന തരത്തിലുള്ള ഉന്നത നിലവാരത്തിലുള്ള ലിംഗനീതി കാത്തുസൂക്ഷിക്കുന്ന കലാത്മകമായിട്ടുള്ള സിനിമകളല്ല ദിലീപിൻ്റേത്. ദിലീപിൻ്റെ സിനിമകൾ ഇനി കാണില്ല എന്ന് പ്രതികരിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിപ്പിട്ടിരിക്കുന്നവരിൽ വലിയ എഴുത്തുകാരെയും ബുദ്ധിജീവികളെയും അടക്കം കണ്ടു. അപ്പോൾ അവരും IFFK സിനിമകളിലെ പോലെ തന്നെ ദിലീപ് സിനിമകളെയും നേരത്തെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണോ അതിൻ്റെ അർത്ഥം? ഇതിലെ ക്രൂരമായിട്ടുള്ളൊരു തമാശ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് ചിത്രങ്ങൾ തെരഞ്ഞെടുത്ത ജൂറിയുടെ ചെയർമാൻ തന്നെ ഇപ്പോൾ തീവ്രത കുറഞ്ഞ മറ്റൊരു കേസിൽ പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുത്ത സിനിമകളാണല്ലോ താങ്കൾ കാണുന്നത് എന്ന് ഡെലിഗേറ്റുകൾക്ക് സിനിമ കാണുന്നതിനിടയിൽ വിചാരപ്പെടുകയും ചെയ്യാം. ഒരു ഭാഗത്ത് ദിലീപിൻ്റേതായിട്ട് ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന ഭബ്ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയിൽ അതിഥി വേഷത്തിൽ മോഹൻലാൽ അഭിനയിച്ചതിനെക്കുറിച്ചും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലുള്ള ഊമക്കത്തിൻ്റെ രൂപത്തിലല്ലെങ്കിലും ചില നിരീക്ഷണങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതായത് ആരോപണ വിധേയനായി കേസിൽ പ്രതി ചേർക്കപ്പെട്ട ശേഷം ഇതുവരെയും ദിലീപിൻ്റെ സിനിമകളുമായിട്ട് സഹകരിക്കാതിരുന്ന മോഹൻലാൽ വിധി വരുന്നതിന് മുന്നേ തന്നെ ബബ്ബബ്ബ എന്ന ദിലീപ് സിനിമയിൽ അഭിനയിച്ചത് വിധി പ്രഖ്യാപനം ദിലീപിന് അനുകൂലമായിരിക്കുമെന്ന മുന്നറിവോടെ ആയിരുന്നുവോ എന്നുള്ളതാണ് ആ നിരീക്ഷണം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഊഹാപോഹങ്ങളും അതിഭാവനകളും വസ്തുതകളാണെന്ന് സംശയിക്കാവുന്ന നിരീക്ഷണങ്ങളും അടക്കം ഈ കേസിൽ ഇപ്പോഴും നോ യുവർ ഓണർ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ എന്ന് പറഞ്ഞ് വിനീത വിധേയരായിട്ട് പിൻവാങ്ങുന്നതിന് പകരം നോ യുവർ ഓണർ എന്ന് നിഷേധിക്കുന്നവരുടെയും വിമർശിക്കുന്നവരുടെയും വലിയൊരു നിര വരുന്നു. പ്രതിയായ ദിലീപ് കോടതിയിലേക്ക് വന്നപ്പോൾ ജഡ്ജ് എഴുന്നേറ്റ് നിന്ന് തൊഴുതു എന്നതുപോലുള്ള അവാസ്തവങ്ങൾ പോലും പ്രചരിക്കുന്നത് മിസൈൽ വേഗത്തിലാണ്. നീതിന്യായ രംഗത്തെ വിദഗ്ധർ ഇത്തരത്തിൽ വിധി പ്രഖ്യാപനത്തിന് ശേഷം ജസ്റ്റിസുമാർക്ക് നേരിടേണ്ടി വരുന്ന വിമർശനങ്ങളെയും പരിഹാസങ്ങളെയും ട്രോളുകളെയും കുറിച്ച് ഗൗരവതരമായി ചിന്തിക്കും എന്ന് കരുതുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അത് വാസ്തവമാണെങ്കിൽ ആ വിമർശനങ്ങൾക്ക് പിറകിൽ വാസ്തവങ്ങളുണ്ടെങ്കിൽ ആ വാസ്തവം ഈ ഒരു കേസിലെ മാത്രമല്ല എത്രയോ കേസുകളിൽ ഇന്ത്യൻ ജുഡീഷ്യറിയെ കാർന്നു തിന്നുന്ന ഒന്നായിട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും ആലോചിക്കേണ്ടതുണ്ട്. ഈ ഒരു കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട നടൻ ദിലീപ് ഈ കഴിഞ്ഞ 8 വർഷവും കേസിൻ്റെ നടത്തിപ്പിന് വേണ്ടി ചെലവാക്കിയ കോടികളെക്കുറിച്ച് കൂടി നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു.
പൾസർ സുനി അടക്കമുള്ള ക്രിമിനലുകൾ ജയിലിൽ കിടക്കുമ്പോഴും ഇനി കിടക്കാൻ പോകുമ്പോഴും ദിലീപിന് വാദങ്ങളും പ്രതിവാദങ്ങളും അപ്പീലുകളും സ്റ്റേകളും ഒക്കെയായിട്ട് 8 വർഷവും അതിപ്രഗത്ഭ അഭിഭാഷകരെ അണിനിരത്താൻ കഴിഞ്ഞതിൻ്റെ കൂടി വിജയമാണ് കുറ്റവിമുക്തനാക്കപ്പെടൽ എന്ന് പറയുന്നത്. കേസിന്റെ കുരുക്കിൽ കഴിഞ്ഞ കാലത്ത് പ്രത്യേകിച്ച് വരുമാന മാർഗങ്ങൾ സിനിമയിലൂടെ ലഭിച്ചിട്ടില്ലെങ്കിലും ഇക്കാലം അത്രയും അഭിഭാഷകർക്ക് വാരിക്കോരിക്കൊടുത്ത പണവും ഈ വിജയത്തിന് ആധാരമായിട്ട് വരുന്നു. അപ്പോൾ നീതിയുടെ നടത്തിപ്പിന് നോട്ടുകെട്ടുകളുടെ പ്രാധാന്യം എത്രയാണ് എന്ന് കാലാകാലങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ തന്നെ തങ്ങൾക്കെതിരായിട്ടുള്ള കേസുകളിൽ സുപ്രീം കോടതിയിൽ വാദിക്കാൻ മിനിറ്റുകൾക്ക് ലക്ഷങ്ങളുടെ വിലയുള്ള അഭിഭാഷകരെ നിയോഗിച്ച വേളയിൽ തന്നെ നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ദിലീപിന്റെ കാര്യത്തിൽ മാത്രമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നടി ആക്രമിക്കപ്പെട്ട കേസ് ഭാവിയിൽ ഇത്തരം കേസുകൾ ഉണ്ടാവുമ്പോൾ നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് സൂചനകൾ നൽകുന്നു എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലെ സൈബർ കുറ്റാന്വേഷണം, ആ കുറ്റാന്വേഷണം സംബന്ധിച്ചിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് നാം ഈ നിമിഷങ്ങളിൽ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതുണ്ട്. സൈബർ കുറ്റാന്വേഷണത്തിന് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ടോ? ശാസ്ത്രീയമായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ടോ? മാർഗനിർദ്ദേശങ്ങളുണ്ടോ? അവ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതില്ലാത്തത് കേസന്വേഷണത്തിൽ ഇവിടെ തിരിച്ചടിയാവുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമായിട്ട് മാറുന്നു. ഒരു കുറ്റകൃത്യം ഉണ്ടായാൽ ഉടൻ തന്നെ നമ്മൾ പൊതുവെ ചെയ്യുന്നത് എന്താണ്? ആ കുറ്റകൃത്യം നടന്ന സ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ ഫോറൻസിക് സംഘം എത്തുന്നു, ഫോറൻസിക് പരിശോധന നടത്തുന്നു. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഡിജിറ്റൽ ഫോറൻസിക് പരിശോധന നടത്തുക എന്നുള്ളത്. ഇപ്പോൾ അതില്ല. അപ്പോൾ ഫോറൻസിക് പരിശോധന പോലെ തന്നെ ഡിജിറ്റൽ ഫോറൻസിക് പരിശോധന നടത്തണമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കേസുകളിൽ വലിയ പ്രാധാന്യത്തോടു കൂടി തെളിവുകളായിട്ട് മാറേണ്ട ഒന്നാണ്. അത് മുഖവിലക്കെടുക്കേണ്ടതാണ്. ഇവിടെ പല സന്ദർഭങ്ങളിലും ഒരു കുറ്റകൃത്യം നടന്ന് മാസങ്ങൾ കഴിഞ്ഞ് ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടൊക്കെയാണ് ഡിജിറ്റൽ തെളിവുകൾ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് അതിനായിട്ടുള്ള ശ്രമം തന്നെ ആരംഭിക്കുന്നത്. അപ്പോഴേക്കും പല പ്രധാനപ്പെട്ട തെളിവുകളും നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ തെളിവുകൾ നശിപ്പിക്കാൻ പ്രതികൾക്ക് അവസരം ലഭിക്കുകയും ചെയ്യും ഈ പറയുന്ന വലിയ കാലയളവ് എന്ന് പറയുന്നത്. പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട്. ഡിജിറ്റൽ തെളിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോണിൽ ഒരു സംഭവം റെക്കോർഡ് ചെയ്യുകയോ മറ്റോ ചെയ്തത് വേറെ ഏതെങ്കിലും ഫോണിലേക്ക് കോപ്പി ചെയ്തോ ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്തോ സൂക്ഷിച്ചിട്ട് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് കൊടുത്താൽ മതിയാകുമെന്നൊക്കെ. ഇതൊന്നും കോടതിക്ക് ബാധകമേ ആയിട്ടുള്ള തെളിവുകളല്ല. ആ സംഭവം നടന്നതിൻ്റെ യഥാർത്ഥ ചിത്രീകരണമോ രേഖപ്പെടുത്തലോ നടന്ന അതേ ഉപകരണം തന്നെ അതിൽ വേണ്ടി വരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഡിജിറ്റൽ ഫോറൻസിക് എന്ന് പറയുന്ന ആ വിഭാഗത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ കുറ്റകൃത്യം നടന്ന ഉടനെ തന്നെ ഡിജിറ്റൽ തെളിവ് കണ്ടെത്തിയിട്ട് ശാസ്ത്രീയമായിട്ട് സംരക്ഷിക്കാനുള്ള നടപടി ആവശ്യം ആണ്. ഈ പ്രതികളുടെ ഫോൺ കസ്റ്റഡിയിലെടുക്കാനുണ്ടായ കാലതാമസം അതടക്കമുള്ള കാര്യങ്ങൾ ആണ് നടിയെ ആക്രമിച്ച കേസിൽ നിർണായകമായിട്ടുള്ള തെളിവുകൾ നഷ്ടപ്പെടാൻ കാരണമായത് എന്ന് വിശദമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള ഡിജിറ്റൽ അതിക്രമം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് 2021 ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്ന ഒന്നുണ്ട്. SP എന്നാണ് അത് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. അതാണ് നിലവിൽ കേരള പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു നടപടിക്രമം എന്ന് പറയുന്നത്. പക്ഷേ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിക്കാവുന്ന നിർണായകമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളുണ്ട്. ആ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിച്ചു വെക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഈ വിഷയത്തിൽ പറയുന്നതേയില്ല. അതിന് പകരമായിട്ട് ഉപകരണങ്ങൾ കണ്ടെടുക്കുമ്പോൾ എന്താണോ ലഭ്യമാവുന്നത് ആ ലഭ്യമാവുന്ന പല വിവരങ്ങളും നഷ്ടപ്പെടാൻ ഇടയാക്കുന്ന രീതിയിൽ അത് സ്വിച്ച് ഓഫ് ചെയ്ത് സൂക്ഷിക്കാനാണ് ഇതിൽ നിർദ്ദേശിക്കുന്നത്. ഒരു ഫോൺ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നടപടിക്രമങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നത് വരെ അത് സ്വിച്ച് ഓഫ് ചെയ്ത് സൂക്ഷിക്കുക. പക്ഷേ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന വേളയിൽ പോലും അതിൽ നിന്നുള്ള രേഖകളെ ഒഴിവാക്കി കളയാൻ കഴിയുന്ന രീതിയിലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഈ ലോകത്ത് വന്നു കഴിഞ്ഞത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ പകർപ്പെടുത്തുകൊണ്ട് പ്രിൻ്റ് എടുത്തുകൊണ്ടൊക്കെ സൂക്ഷിക്കുന്ന വിവരങ്ങൾ അതിന് ആധികാരികത കോടതിയിലില്ല. ആ ആധികാരികത കോടതിയിൽ സ്വീകാര്യമല്ല. ഇക്കാര്യം പോലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലും ഇക്കാര്യത്തെക്കുറിച്ച് ധാരണയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളുടെ മൊബൈൽ ഫോണിലെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഭാവിയിൽ ഏതെങ്കിലും കോടതി വ്യവഹാരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും എന്നുള്ള വിചാരം കൊണ്ട് നമ്മൾ അതിൻ്റെ പ്രിൻ്റ് എടുത്ത് ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോയി പ്രിൻ്റ് എടുത്ത് വീട്ടിൽ സ്റ്റാപ്പിൾ ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു. കോടതിക്കത് തെളിവേ അല്ല. കാരണം കോടതിക്ക് വേണ്ടത് എവിടെയാണോ അത് ആദ്യമായി രേഖപ്പെടുത്തിയത് ആ സവിശേഷ ഉപകരണം തന്നെയാണ്. അത്തരത്തിലുള്ള ജാഗ്രത ഇതുമായി ബന്ധപ്പെട്ട സാധാരണക്കാർക്കൊട്ടുമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലും അതുമായി ബന്ധപ്പെട്ട ധാരണയില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്.
ഇപ്പോൾ കോട്ടയത്ത് കന്യാസ്ത്രീ പീഡനത്തിനിരയായിട്ടുള്ള കേസ്, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് അന്ന് സൂചിപ്പിക്കപ്പെട്ടത് അതിൻ്റെ യഥാർത്ഥ ഉപകരണം, ഡിജിറ്റൽ ഉപകരണം കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല, അതിൽ വീഴ്ച വന്നു എന്ന് കോടതിയുടെ രേഖകളിൽ വ്യക്തമായിരുന്നു. അതുകൊണ്ട് ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിച്ചാൽ ശിക്ഷയില്ല എന്നുള്ളത് കുറ്റവാളികൾക്ക് ആ കാര്യം ചെയ്യാനുള്ള ധൈര്യം നൽകുന്ന ഒന്നായിട്ട് മാറുന്നു. ഈ കേസിൽ ഹാഷ് വാല്യൂ എന്നുള്ള പദം മലയാളി ഏറ്റവും കൂടുതൽ പഠിച്ചു, മെമ്മറി കാർഡ് എന്നുള്ള പദം പഠിച്ചു, മൊബൈൽ ഫോണുകളുടെ ഒറിജിനൽ രൂപങ്ങളെക്കുറിച്ചും അതിന് കോടതിയിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കി. അപ്പോൾ ഈ മനസ്സിലാക്കലിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയുള്ള കേസുകളിൽ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഫോറൻസിക് പര്യവേഷണങ്ങൾ നടത്തുക, അതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ തലങ്ങൾക്കൊപ്പം അത് മനസ്സിലാക്കിയിട്ട് അത് പഠിച്ച് അതുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. ഇപ്പോൾ സൈബർ കുറ്റാന്വേഷണങ്ങൾക്ക് നിയമനിർമ്മാണ സഭകൾ മുൻകൈയെടുത്ത് ശാസ്ത്രീയമായിട്ടുള്ളൊരു മാർഗനിർദ്ദേശം ഉണ്ടാക്കണമെന്നുള്ള നിർദ്ദേശം വരുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനം നൽകുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു ഭാഗത്ത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി പ്രഖ്യാപനത്തിലെ നൈതികതയെക്കുറിച്ച് ചേരിതിരിഞ്ഞുള്ള ചർച്ചകൾ നടക്കെ തന്നെ ഈ നിമിഷം മുതൽ ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റ് പല കേസുകളിലും ഡിജിറ്റൽ തെളിവുകൾ, ഡിജിറ്റൽ ഫോറൻസിക് പരിശോധനകളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ഭാഗം നവീകരിക്കാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. അതിലായിരിക്കണം ജാഗ്രത എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായിട്ട് തിരികെ എത്താം.